Welcome friends, welcome to Masters Academy. Today we are going to start on new chapter, force. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണല്ലേ, ബലം അല്ലേ. ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് ഷേപ്പ്, സൈസ്, വോളിയം, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് എ ബോഡി. ഒരു ഒബ്ജക്റ്റിൻ്റെ, ഒരു ബോഡിയുടെ ഷേപ്പോ സൈസോ വോളിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റോ സ്റ്റേറ്റ് ഓഫ് മോഷനോ മാറ്റാൻ കഴിയുന്ന എന്തിനേയും നമ്മൾ ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിൽ പലതരത്തിലുള്ള ഫോഴ്സിനെ കുറിച്ചും ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സസ്, കോണ്ടാക്ട് ഫോഴ്സ്, അതുപോലെ കുറേ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ള എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. മനസ്സിലാക്കി പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടാവുന്നൊരു ചാപ്റ്ററാണ്. നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് കിടക്കാം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോസ് കിട്ടുന്നതോ അറിയാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്. അപ്പോൾ അതാണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്തൊക്കെയാണ് ചാപ്റ്ററിൽ പറയുന്നതെന്ന് നോക്കാം. നമുക്കിനി പഠിക്കാനുള്ളത് പുഷും പുള്ളുമാണ്. പലർക്കും കൺഫ്യൂഷൻ പറ്റുന്ന കാര്യമാണ് ഈ പുഷും പുള്ളും. ഡോറിൽ എഴുതിയിട്ടുണ്ടാവും പുഷ്, നമ്മളൊക്കെ എന്ത് ചെയ്യും, പുള്ള് ചെയ്യും. നോക്കിക്കേ, ഇവിടെ ഒരു പുഷ് എന്ന് പറഞ്ഞൊരു ഡോറിൽ ഒരാൾ തൂങ്ങിക്കിടന്ന് പുള്ള് ചെയ്യുവാനാണ്. വലിയാണ്, എല്ലാ കാര്യമുണ്ടോ വരുന്നില്ല. അപ്പോൾ ഒരാൾ കൂളായിട്ട് വന്നിട്ട് പുഷ് ചെയ്തകത്തോട്ട് കയറിപ്പോകും. ഓക്കെ, പുൾ എന്ന് പറഞ്ഞാൽ വലിയാണ്, പുഷ് എന്ന് പറഞ്ഞാൽ തള്ളലാണ്. ഓക്കെ, ദെൻ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വേണം പുഷിനും പുള്ളിനും. ടെക്സ്റ്റ് ഒരു ബോക്സ് കൊടുത്തിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് പുഷ്. എന്താണ് പുഷിങ് എ കാർ? അവിടെ കുറച്ച് പേര്, 3 പേര് കഷ്ടപ്പെട്ടൊരു കാർ തള്ളുന്നതാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു കാര്യമാണ് അല്ലേ, തള്ളുമ്പോൾ വണ്ടി അങ്ങ് പോകും, നമ്മൾ മലന്നടിച്ചേക്ക് താഴ്ത്ത് കിടക്കും. സോ ഓർത്ത് വെക്കുക, പുഷിങ് എ കാർ, അതാണ് ഒരു എക്സാമ്പിൾ. അടുത്തത് പുഷിങ് എ ഡോർ. പുഷ് എന്ന് പറഞ്ഞാൽ എന്താ, തള്ള, ഒരു ഡോറ് തള്ളുക. അപ്പോൾ ഇയാളത് പുള്ള് കഴിക്കുന്ന ഡോറിനകത്ത് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വല്ല കാര്യമുണ്ടോ അല്ലേ. അപ്പോൾ പുഷ്, എക്സാമ്പിൾ പുഷിങ് എ ഡോർ. ദെൻ ഇനി പുള്ളാണ്, വലിക്കുക. നോക്ക്, ഇവിടെ ഒരു ഡോഗ് ഒരു ചെറിയ വണ്ടി വലിച്ചുകൊണ്ട് പോവുകയാണ്. പുള്ളിങ് എ കാർട്ട്. കാർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വണ്ടി. ഓക്കെ, ഷോപ്പിംഗ് കാർട്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പോൾ കാർട്ട് എന്ന് ആണ് പുള്ളിങ് എ കാർട്ട്. പുഷിങ് എ കാർ, പുഷിങ് എ ഡോർ, പുള്ളിങ് എ കാർട്ട്. ഇനി നമുക്ക് പുള്ളിന് ഒരു എക്സാമ്പിളും കൂടി വേണം. പുള്ളിങ് എ ഡോർ അല്ലേ, ഡോർ വലിക്കുക. പാവം മിക്കി കഷ്ടപ്പെട്ട് വലിക്കുവാണ് ഡോറിൽ, തുറയോ ഇല്ല. ഓക്കെ, സോ ഓർത്ത് വെക്കുക, പുഷിങ് എ കാർ, പുഷിങ് എ ഡോർ, പുള്ളിങ് എ കാർട്ട്, പുള്ളിങ് എ ഡോർ. അതൊക്കെയാണ് നമ്മൾ പുഷിനും പുള്ളിനും എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്. ദെൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സസ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കലുണ്ട്. വാട്ട് ഈസ് മാഗ്നറ്റിക് ഫോഴ്സ്, അങ്ങനെ. So there are different type of forces are exist between us. നമ്മുടെ ഇടയ്ക്കുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മൾ കാണാതെയുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. So there are a lot of forces. ഫസ്റ്റ് വൺ ആണ് മാഗ്നറ്റിക് ഫോഴ്സ്. A magnet has a property of attraction and repulsion. This force applied by a magnet is a magnetic force. എല്ലാ ഫോഴ്സിനും ഈ രണ്ട് പ്രോപ്പർട്ടി ഇല്ല. Some of them are attracting, some of them are repulsive. But magnetic ഫോഴ്സിന് രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. It can attract and also it can repulse. ഇപ്പോൾ ജോഗ്രഫിക്കൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, അട്രാക്റ്റ് മാത്രമല്ലോ, റിപ്പൽ ഇല്ല. സോ മാഗ്നറ്റിക് ഫോഴ്സ് വെച്ചാൽ എന്താ എഴുതേണ്ടത്, മാഗ്നറ്റിക് ഫോഴ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ അട്രാക്ഷൻ ആൻഡ് എ മാഗ്നറ്റ് ഹാസ് എ പ്രോപ്പർട്ടി ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ. ദിസ് ഫോഴ്സ് അപ്ലൈഡ് ബൈ എ മാഗ്നറ്റ് ഈസ് എ മാഗ്നറ്റിക് ഫോഴ്സ്. ഇവിടെ ഒരു ഹോഴ്സ് ഷൂ ഷേപ്പിലുള്ള ഒരു മാഗ്നറ്റ് ഒരു ബോളുമായിട്ട് കളിക്കുന്നുണ്ടോ, അട്രാക്ഷൻ റിപ്പൽഷൻ, അട്രാക്ഷൻ റിപ്പൽഷൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നമ്മൾ കാണാതെ ഉള്ളൊരു ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എ പ്ലാസ്റ്റിക് പെൻ വെൻ റബ്ബഡ് വിത്ത് ഹെയർ ക്യാൻ അട്രാക്ട് സ്മോൾ പീസ് ഓഫ് പേപ്പർ. ദിസ് ഈസ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതുപോലെ തന്നെയാണ് നമ്മളൊരു നമ്മുടെ മുടിയിലൊരു സ്കെയിൽ കൊണ്ട് റബ്ബ് ചെയ്താൽ, നമ്മൾ കണക്കാണ്ടിരുന്നാൽ എന്ത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ മേലോട്ട് പൊങ്ങി നിൽക്കും. അതും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് എക്സാമ്പിളാണ്. പിന്നെ ഇടിമിന്നലുണ്ടാവുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വെച്ചിട്ടാണ്. ലൈറ്റനിങ് ഇസ് ഫോംഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നെഗറ്റീവ് ചാർജ് ക്ലൗഡ്സ് കൊണ്ട് എർത്തിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഇടിമിന്നൽ, ലൈറ്റനിങ് ഉണ്ടാവും. സോ വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? എ സ്റ്റാറ്റിക് പെൻ വെൻ റബ്ബഡ് ഓൺ ഹെയർ can attract small piece of force. This is due to electrostatic force. Force between statically അല്ലെങ്കിൽ it's the force exists between charges when they are at rest. എങ്ങനെ? It is the force, നോട്ട് എഴുതിയെടുത്തോളുക. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇസ് ദ ഫോഴ്സ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ചാർജസ് അറ്റ് റെസ്റ്റ്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അത് നമുക്കറിയാം അല്ലേ, എർത്ത് സണ്ണുമായിട്ട് അട്രാക്ഷൻ, എർത്ത് മൂണുമായിട്ട് അട്രാക്ഷൻ, എർത്ത് എല്ലാത്തിനെയും അട്രാക്ട് ചെയ്യുന്നുണ്ട്, സണ്ണെല്ലാം അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ അതിനെയൊക്കെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുക. ഒബ്ജക്റ്റ് ഇൻ ദ യൂണിവേഴ്സ് ഹാവ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദം. ദിസ് അട്രാക്റ്റീവ് ഫോഴ്സ് ഈസ് കോൾഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓർത്ത് വെക്കുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ, റിപ്പൽഷൻ ഇല്ല. ബട്ട് മാഗ്നറ്റിക് ഫോഴ്സ് അട്രാക്ഷനും ഉണ്ട്, റിപ്പൽഷനും ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഉണ്ട്, അട്രാക്ഷനും റിപ്പൽഷനും. What is gravitational force? Object in the universe have an attractive force between them. This attractive force is called gravitational force. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതിൻ്റെ മെയിനായിട്ട് കണ്ടുപിടിച്ച ആളെന്ന് പറയുന്നത് സർ ഐസക് ന്യൂട്ടൺ ആണ് അല്ലേ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പുറകെ പഠിക്കാനുണ്ട് ഐസക് ന്യൂട്ടനെ കുറിച്ചും കാര്യങ്ങളൊക്കെ. മെക്കാനിക്കൽ ഫോഴ്സ് ആണ്. ഫോഴ്സ് ഇൻ റിലേഷൻ വിത്ത് മോഷൻ ഈസ് കോൾഡ് മെക്കാനിക്കൽ ഫോഴ്സ്. എന്താണ് മോഷൻ? സംതിങ് ഇൻ മൂവ്മെന്റ് ഈസ് നോൺ ആസ് മോഷൻ. ബസ് പോകുന്നു, കാർ പോകുന്നു, റോക്കറ്റ് പോകുന്നു. സോ അതിനെയൊക്കെയാണ് നമ്മൾ മോഷൻ എന്ന് പറയാം. വിത്ത് റെസ്പെക്ട് ടു സംതിങ് പൊസിഷൻ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് മോഷൻ. സോ ഫോഴ്സ് ഇൻ റിലേഷൻ ടു മോഷൻ ഈസ് നോൺ ആസ് മെക്കാനിക്കൽ ഫോഴ്സ്. ഗിയർ ലിവർ, അതുപോലെ തന്നെ എയ്റോപ്ലെയിൻ്റെ മൂവ്മെൻറ്റ്, സൈക്കിളിൻ്റെ മൂവ്മെൻറ്റ്, ഹെലികോപ്റ്ററിൻ്റെ മൂവ്മെൻറ്റ്, ഓൾ ദോസ് മൂവ്മെൻറ്റ്സ് ആർ എന്ത്? മെക്കാനിക്കൽ ഫോഴ്സ്. സോ വാട്ട് ഇസ് മെക്കാനിക്കൽ ഫോഴ്സ്? ഫോഴ്സ് റിലേഷൻ ടു മോഷൻ ഈസ് കോൾഡ് മെക്കാനിക്കൽ ഫോഴ്സ്. ദെൻ നെക്സ്റ്റ് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. നമ്മൾ അങ്ങോട്ട് തള്ളുമ്പോൾ ഇങ്ങോട്ട് തള്ളുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഇഫ് യു ആർ ട്രൈ ടു പുൾ സംതിങ് ദർ ഈസ് എ ഫോഴ്സ് എക്സിസ്റ്റ് ഇൻ ദ സിസ്റ്റം വിച്ച് പുഷ് ഓൺ അസ്. നമ്മളിപ്പോൾ ചുമ്മാ ഒരു മേശിനെ തള്ളി മാറ്റാൻ നോക്കുകയാണ്, മേശ നമ്മൾ നേരെ തള്ളുവാണ്. അതിനാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുക. വെൻ ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ഓവർ അനദർ ഒബ്ജക്റ്റ്, ദ ഫോഴ്സ് വിച്ച് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അങ്ങോട്ട് തള്ളിയാൽ ഇങ്ങോട്ട് വരുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് നെസസറി ഈവിൽ. ആവശ്യമുള്ള ചെകുത്താൻ ഫ്രിക്ഷൻ പറയാം. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റില്ല, നമുക്ക് ചിരിക്കാൻ പറ്റില്ല. അതെ, നമ്മുടെ താടിയലിൻ്റെ ഫ്രിക്ഷൻ കൊണ്ടാണ് നമുക്ക് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും താടിയലിൽ മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? സൺ ഒബ്ജക്റ്റ് മൂവ്സ് ഓൺ അനദർ ഒബ്ജക്റ്റ്, ദ ഫോഴ്സ് വിച്ച് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. നമ്മൾ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓയിലും അതുപോലെ തന്നെ ബോൾ ബെയറിംഗ് ഒക്കെ യൂസ് ചെയ്യും. ഈ ചാപ്റ്ററിൽ പറയാതെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം എന്തായാലും. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഇത്രയും മാത്രം, ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ പോലെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ. ബട്ട് വി ആർ ലേൺ ടുഡേ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫോഴ്സ് അല്ലേ, എന്താണ്? വി ക്യാൻ അപ്ലൈ ഫോഴ്സ് ടു ചേഞ്ച് സൈസ്, ഷേപ്പ്, അതുപോലെ തന്നെ പൊസിഷൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് എ ബോഡി. ദെൻ പഠിച്ചത് പുഷും പുള്ളും ആണ്. പുൾ ഓർക്കുന്നുണ്ടല്ലോ, പുള്ളിങ് എ കാർട്ട്, പുഷിങ് എ ഡോർ. Then we are learned about different type of forces. There exists different type of forces. Magnetic force, the force of attraction repulsion between magnet is known as magnetic force. Then gravitational force. Every object in the body on the universe is attracting each other, and that force is known as gravitational force. It's only attractive force. Then electrostatic force, force between charges at rest, is known as electrostatic force. Then mechanical force, force which is related to motion of the object is known as mechanical force. Then lastly, frictional force, the force between a moving surfaces in relative opposite direction is known as frictional force. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഞങ്ങൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ മാത്സും അതുപോലെ തന്നെ ബാക്കി സബ്ജക്റ്റുകളൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കാണുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.